ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 14. അടുത്തത് സ്വലാത്തുൽ മരീദ് ജാലിസൻ, രോഗി ഇരുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കൽ. ഖാല ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത്ത് ബി ബവാസീറ ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ സ്വല്ലി ഖായിമൻ ഫഇൻ ലം തസ്തതി' ഫഖാഇദൻ ഫഇൻ ലം തസ്തതി' ഫഅലാ ജംബിൻ. കാനത്ത് ബി ബവാസീറ, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഫസഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു നിസ്കരിക്കുന്നതിനെ കുറിച്ച്. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി', ഇനി നിൽക്കാൻ കഴിയില്ല എങ്കിൽ ഫഖാഇദൻ, നീ ഇരുന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി', ഇരിക്കാനും കഴിയില്ലെങ്കിലോ ഫഅലാ ജംബിൻ, നിൻ്റെ പാർശ്വത്തിലായി, അതായത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുക എന്നത്. ഇനി ഇവിടെ നസായിയുടെ റിപ്പോർട്ടിൽ കാണാം, താഴേക്കൽ കൊടുത്ത് കാണാം, ഫഇല്ലം തസ്തതി', അതിനും സാധിച്ചില്ലെങ്കിലോ, അതായത് വലത് പാർശ്വത്തിലേക്ക് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കടന്ന് നിസ്കരിക്കാനും സാധിച്ചില്ലെങ്കിൽ ഫമുസ്തൽഖിയൻ, അപ്പോൾ നേരെ മലർന്ന് കടന്ന് നിസ്കരിക്കുക. എന്നിട്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാത്മാവിനെയും അല്ലെങ്കിൽ ഒരാളെയും അള്ളാഹു അതിൻ്റെ കഴിവിൽ പെടാത്തത് കൽപ്പിക്കുന്നില്ല എന്ന്. ഇനി ഈ ഹദീസ് പ്രകാരം തെളിവ് പിടിച്ചിരിക്കുന്നു, ഇസ്തദല്ല ബിഹി മൻ ഖാല ലാ യന്തഖിലുൽ മരീദു ഇലൽ ഖുഊദി ഇല്ലാ ബഅദ അദമിൽ ഖുദ്റത്തി അൽ ഖിയാം, നിൽക്കാൻ കഴിയാത്ത വ്യക്തി, രോഗി അല്ലാതെ നൃത്തത്തിൽ നിന്ന് ഇരുത്തത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കേണ്ട ഇത് തന്നെയാണ് നൃത്തം. നിന്ന് നിസ്കരിക്കാതെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്ന് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിന്ന് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല. രോഗിക്ക് നിൽക്കാൻ അശക്തനാണെങ്കിൽ മാത്രമാണ് ഇരുന്ന് നിസ്കരിക്കാനുള്ള അനുവാദം ഫർദിൻ്റെ കാര്യത്തിൽ. വഖദ് ഹക്കാഹു അയ്യാദുൻ അനി ഷാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹികളിൽ നിന്ന് തൊട്ട് ഖാദി അയ്യാദ് ഉദ്ധരിച്ചിട്ടുണ്ട്. വാൻ മാലിക്കിൻ വ അഹ്മദ, അതേപോലെ മാലിക് റഹ്മുല്ല, അഹമ്മദ് റഹ്മുല്ല അവരിൽ നിന്നും ഒക്കെ ഇത് റിപ്പോർട്ടുണ്ട്. ഖാല ബിൻഹു അബ്ദുള്ള എന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ല അവരുടെ പുത്രൻ പറഞ്ഞു, സുഇല അബി, എൻ്റെ ഉപ്പ ചോദിക്കപ്പെട്ടു, അനിൽ മരീദ്, രോഗിയെ സംബന്ധിച്ച് മത്തായി സ്വല്ലിയ ഖായിദൻ, എപ്പോഴാണ് രോഗി ഇരുന്ന് നിസ്കരിക്കാമെന്ന്. ഖാല, അപ്പോൾ എൻ്റെ ഉപ്പ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ല മറുപടി പറഞ്ഞു, ഇദാ കാന ഖിയാമുഹു യുളഇഫുഹു വയുഹിനുഹു അഹബ്ബു ഇലയ്യ അൻ സ്വല്ലി ഖായിദൻ, അതായത് അവൻ്റെ നൃത്തം, രോഗിയുടെ നൃത്തം അവൻ നിൽക്കുകയാണെങ്കിൽ അത് അവൻ്റെ ശാരീരിക ദൗർബല്യത്തിന് കാരണമാകും എങ്കിൽ അവൻ നിന്ന് നിസ്കരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇസ്ഹാഖ് ലാ ഇഷ്തറത്തുൽ അദം, എന്നാൽ നിൽക്കാൻ കഴിവില്ല എന്ന് ഷർത്താക്കുന്നില്ല ഇസ്ഹാഖ് എന്നവർ. ബൽ വുജൂദുൽ മഷക്ക, ബുദ്ധിമുട്ട് ഉണ്ടായാൽ മതി. വൽ മഅറൂഫു ഇൻദ ഷാഫിഇയ്യത്തി അന്നൽ മുറാദ ബിനഫിൽ ഇസ്തിതാഅത്തി വുജൂദുൽ മഷക്കത്തി ഷദീദത്തി ബിൽ ഖിയാം. എന്നാൽ ഷാഫി മദ്ഹബിൽ ഷാഫിയാക്കളിൽ അറിയപ്പെട്ടത് എന്താണ്, കഴിവില്ലാത്ത ആൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നിൽക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിൽക്കാൻ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് മാത്രം കഴിയുള്ള ആൾ, നിൽക്കാൻ കഴിയില്ലാത്ത ആൾ എന്ന് പറയാം. ഔ ഖൗഫി സിയാദത്തിൽ മറദി അവിൽ ഹലാക്ക്, അല്ലെങ്കിൽ രോഗം വർദ്ധിക്കും, അതായത് അയാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ അയാൾ നശിക്കാനുള്ള മരണത്തിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. വലാ ഇക്തഫി ബി അദ്നാ മഷക്ക, അല്ലാതെ ചെറിയൊരു പ്രയാസം പോരാ, ആ ചെറിയൊരു പ്രയാസം ഉണ്ട് വിചാരിച്ചിട്ട് രോഗി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല. വമിനൽ മഷക്കത്തി ഷദീദത്തി ദൗറാനു റഅസി ഫി ഹഖി റാകിബി സഫീനത്തി, ഇനി വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നതാണ് എന്ത്, ഒരാൾ കപ്പലിൽ നിസ്കരിക്കുക, കപ്പലിൽ യാത്ര ചെയ്യാണ്, അപ്പോൾ തല ചുറ്റുമല്ലോ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മഷക്കത്ത് എന്ന് പറയാം. ഹൗഫുൽ ആറത്തി ലൗസല്ലാ ഖായിമൻ ഫിഹ, അതേപോലെ ആ കപ്പലിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ബഹറിൽ മുങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഖുൽതു, ഞാൻ പറയുന്നു, വമാ ദക്കറഹു അൻ ഷാഫിഇയ്യത്തി ഹുവൽ അസഹു ഇൻദൽ ഹനഫിയ്യത്തി, ഇവിടെ ഷാഫിയാക്കളിൽ നിന്ന് പരാമർശിച്ചത് അത് തന്നെയാണ് ഹനഫികളിലെ ഏറ്റവും ശരിയായ വീക്ഷണം എന്ന്. ഇനി
ഹദീസ് കൂടെ ഇതിന് തെളിവ് പറയുന്നുണ്ട്. മർഫൂആയ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് യുസല്ലിൽ മരീദു ഖായിമൻ, രോഗി നിന്ന് നിസ്കരിക്കാം. ഫഇന്നാലത്തുഹു മശഖത്തുൻ, ഇനി അവന് പ്രയാസമാണെങ്കിൽ സ്വല്ലാ ജാലിസൻ, അവൻ ഇരുന്ന് നിസ്കരിക്കാം. ഫഇന്നാലത്തുഹു മശഖ, അവന് അതിനും പ്രയാസമാണെങ്കിൽ സ്വല്ലാ നായിമൻ, അവൻ കിടന്ന് നിസ്കരിക്കാൻ. നായിമ പറഞ്ഞാൽ ഉറങ്ങി എന്നാണ് നേരെ അർത്ഥം, കിടക്കുക എന്ന അർത്ഥത്തിലാണ്. യൂമിയു ബിറസി, അപ്പോൾ അവൻ എന്ത് ചെയ്യണ്ടേ, അവൻ്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കുക, റുക്കൂ സുജൂദൊക്കെ എന്നർത്ഥം. ഇനി قال الترمذي إمام الترمذي رحمه الله പറഞ്ഞു واختلف أهل العلم في صلاة المريض إذا لم يستطيع أن يصلي جالسا. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത വ്യക്തി, രോഗി, അയാൾ എങ്ങനെ നിസ്കരിക്കണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖാല ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ പറഞ്ഞു യുസല്ലി അലാ ജംബിഹിൽ ഐമൻ, അതായത് നിൽക്കാൻ കഴിയാത്ത ആൾ ഇരിക്കണം, അതിൽ തർക്കമല്ല. ഇരുന്നും നിസ്കരിക്കാൻ പറ്റാത്ത ആളോ, അയാൾ വലതു പാർശ്വത്തിലേക്ക് ചെരിഞ്ഞ് നിസ്കരിക്കണം എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത്. വഖാല ബഅദുഹും, അവർ ചില പണ്ഡിതന്മാർ പറഞ്ഞു യുസല്ലി മുസ്തൽഖിയൻ അലാ ഖഫാഹു വരിജ്ലാഹു ഇലൽ ഖിബ്ല, രണ്ട് കാലുകൾ ഖിബ്ലയുടെ ഭാഗത്തേക്കാക്കിയിട്ട് അവൻ്റെ മുതുകിൽ, അതായത് മലർന്നു കിടന്ന് നിസ്കരിക്കണം എന്നതാണ് മറ്റൊരു ഭാഗം. ഇനി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി തുടർന്ന് പറയാണ് വൽ ഖൗലുൽ അവ്വലു ഹുവ സ്വഹീഹു ഇൻദ ഷാഫിഇയ്യത്തി, ഒന്നാമത്തെ വീക്ഷണമാണ് ഷാഫിഈ മദ്ഹബിൽ സ്വഹീഹായിട്ടുള്ള വീക്ഷണം. കമാഫിൽ മജ്മൂ ഷർഹ് മുഹദ്ദബിലുള്ള പോലെ വഹ്തജു അലാ ദാലിക ബിഹദീസ് അലി റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അലി റളിയല്ലാഹു അൻഹു മർഫൂഅയി ഉദ്ധരിച്ച ഹദീസും അവർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ സ്വഹീഹായ ഒരു ഹദീസ് നേരത്തെ തന്നെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി പറയാൻ പോകുന്ന ഹദീസിനെ സംബന്ധിച്ച് അതിന് ന്യൂനതകളുണ്ട്. എന്നാൽ സ്വഹീഹ ഹദീസ് തന്നെ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് ഒന്ന് വായിക്കാം. യുസല്ലിൽ മരീദു ഖായിമൻ ഇൻ ഇസ്തതാഅ, സാധിച്ചാൽ രോഗി നിന്ന് നിസ്കരിക്കണം. ഫൈലം യസ്തതിഅ സ്വല്ലാ ഖായിദൻ, അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കണം. ഫൈലം യസ്തതിഅ അൻ യസ്ജുദ ഔ മാ, അവന് സുജൂദ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവൻ ആംഗ്യം കാണിക്കണം. വജഅല സുജൂദഹു അഖ്ഫദ മിൻ റുകൂഇഹി, റുകൂഇനേക്കാൾ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് ആവണം സുജൂദിൻ്റെ ആംഗ്യം കാണിക്കുമ്പോൾ. ഫൈലം യസ്തതിഅ അൻ യുസല്ലി ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കാനാണ് സാധിച്ചില്ലെങ്കിൽ സ്വല്ലാ അലാ ജംബിഹിൽ ഐമൻ മുസ്തഖ്ബിൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് വലതു പാർശ്വത്തിലേക്ക് ചെരിഞ്ഞ് നിസ്കരിക്കണം. ഫൈലം യസ്തതിഅ അൻ യുസല്ലി അലാ ജംബിഹിൽ ഐമൻ, ഇനി വലതു പാർശ്വത്തിലേക്ക് ചെരിഞ്ഞ് നിസ്കരിക്കാൻ അതിന് സാധിച്ചില്ലെങ്കിലോ സ്വല്ലാ മുസ്തൽഖിയൻ, അവൻ എന്ത് ചെയ്യണം, മുതുകിലായിട്ട്, അതായത് മലർന്ന് കിടന്ന് നിസ്കരിക്കണം. വരിജ്ലാഹു മിമ്മാ യലി അൽ ഖിബ്ല, ഖിബ്ലക്ക് ഭാഗത്തേക്ക് ആവണം രണ്ട് കാലുകൾ. ഈ ഹദീസ് ഒരു ദുർബലത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്വഹീഹായ ഹദീസ് ഈ വിഷയത്തിൽ വന്നത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ ഇവിടെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്കെന്താണ്, ഒരാൾ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ആൾ നിന്ന് തന്നെ നിസ്കരിക്കണം, രോഗിയാണെങ്കിലും. രോഗിക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇരുന്ന് നിസ്കരിക്കുക. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത രോഗിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, വലതു പാർശ്വത്തിലേക്ക് ചരിഞ്ഞ് നിസ്കരിക്കണം. അതിന് സാധിക്കില്ലെങ്കിലാണ് നേരെ മലർന്ന് കിടന്ന് നിസ്കരിക്കേണ്ടത്. വഖാല അയ്ളൻ, അദ്ദേഹം വീണ്ടും പറഞ്ഞു സഅൽതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തി റജുലി വഹുവ ഖായിദുൻ. അപ്പോൾ ഇത് മെയിൻ കിതാബിൻ്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ തുടർച്ച പറയണം, ആ ഹദീസിൻ്റെ തുടർന്ന് പറയണം വേറൊരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരു സാബി ചോദിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. അൻ സ്വലാത്തി റജുലി വഹുവ ഖായിദുൻ, ഇരുന്നു കൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു, അയാളെ പറ്റി ചോദിച്ചു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സ്വല്ലാ ഖായിമൻ ഫഹുവ അഫ്ദലു, ആരൊരുത്തൻ നിന്ന് നിസ്കരിക്കുന്നുവോ അതാണ് കൂടുതൽ ശ്രേഷ്ഠകരം. വമൻ സ്വല്ലാ ഖായിദൻ, ആരൊരുത്തൻ ഇരുന്ന് നിസ്കരിക്കുന്നുവോ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമി, അവന് നിന്ന് നിസ്കരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ്. അപ്പോൾ ഇവിടെ ഫർദ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്താണ്, നിൽക്കാൻ കഴിയുള്ളവൻ നിൽക്കുക തന്നെ വേണം. പകുതി കൂലി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല. അതെന്താണ്, രോഗിയുടെ വിഷയത്തിലാണ്. രോഗി അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ കഴിയും. അപ്പോൾ ആ പ്രയാസം സഹിച്ചുകൊണ്ട് അയാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കുന്നതിനേക്കാളും അയാൾക്ക് കൂലി കിട്ടും എന്നതാണ്. ഇരുന്നാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ പകുതി കൂലി എന്നാണ്. എന്നാൽ അതിന് മാത്രം പ്രയാസം ഉണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യാവസ്ഥയിൽ പൂർണ്ണമായ തോതിൽ ശരിയായ വിധത്തിൽ നിസ്കരിച്ചിരുന്ന ആളാണെങ്കിൽ അയാൾക്ക് കൂലിയിൽ ഒട്ടും കുറയില്ല എന്ന് മറ്റു ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നീ വമൻ സ്വല്ലാന ഇവൻ വഫി റിവായത്ത് മുത്തജിയാൻ ഫലഹു നിസ്ഫു അജ്റിൽ ഖായിദി,
ഇനി ഒരാൾ കിടന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ വേറെ റിപ്പോർട്ടിൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കാം. അങ്ങനെയാണെങ്കിൽ അവന് ഇരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ പകുതിയാണ് പ്രതിഫലം. നിന്ന് നിസ്കരിക്കുന്ന ആളുടെ പ്രതിഫലത്തിൻ്റെ പകുതി ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക്, അതിൻ്റെ പകുതിയാണ് കിടന്ന് നിസ്കരിക്കുന്ന ആൾക്ക് എന്ന്. വൽ മുറാദു ബിഹി അൽ മരീദു, ഇവിടെ ഈ പറഞ്ഞ ഹദീസിൻ്റെ ഉദ്ദേശം രോഗിയാണ്. ഫഖദ് ഖാല അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നാസിൻ വഹും യുസല്ലൂന ഖുഊദൻ മിൻ മറദിൻ, രോഗം കാരണം ഇരുന്ന് നിസ്കരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ അടുത്തൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാസ് ചെയ്തു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വലാത്തൽ ഖാഇദി അലൻ നിസ്ഫി മിൻ സ്വലാത്തിൽ ഖായിമി, ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ പ്രതിഫലം നിന്ന് നിസ്കരിക്കുന്ന ആളുടെ പ്രതിഫലത്തിനേക്കാൾ അതിൻ്റെ പകുതിയാണ് എന്ന്. ആദ സല്ലല്ലാഹു അലൈഹി വസല്ലം മരീദൻ ഫറആഹു യുസല്ലി അലാ വിസാദത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചു. അദ്ദേഹം ഒരു തലയിണന്മ നിസ്കരിക്കുന്നത് കണ്ടു. ഫഅഖദ, അപ്പോൾ നബി അത് എടുത്തു മാറ്റി. തലയിണമ സുജൂദ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പരിഭാഷ കണ്ടത്, ഒരു പരിഭാഷയിൽ. ഫറമാ ബിഹാദങ്ങൾ എടുത്ത് മാറ്റി, നബി എറിഞ്ഞു. ഫഅഖദ ഔദൻ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മരക്കഷ്ണം എടുത്തു, എന്നിട്ട് അതിന്മേൽ സുജൂദ് ചെയ്യാൻ ലിയുസല്ലിയാലേ. ഫഅഖദ, അപ്പോൾ അതും നബി എടുത്തു മാറ്റി. ഫറമാ ബിഹി, അത് നബി എന്ത് ചെയ്തു, കളഞ്ഞു എടുത്തിട്ട്. ഫഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, സ്വല്ലി അലൽ അർദി ഇൻ ഇസ്തതഅത, എനിക്ക് പറ്റുമെങ്കിൽ ഭൂമിയിൽ നിസ്കരിക്കുക, അതായത് ഭൂമിയിൽ സുജൂദ് ചെയ്യുക. ഇല്ല ഞാൻ അങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ ഫഔമി ഈമാഅൻ, നീ എന്ത് ചെയ്യുക, ആംഗ്യം കാണിക്കുക. വജഅൽ സുജൂദക അഖ്ഫള മിൻ റുക്കൂഇക, നിൻ്റെ സുജൂദ് റുക്കൂവിനേക്കാൾ താഴ്ത്തിയിട്ട് ആവട്ടെ എന്ന്, അങ്ങനെ ആക്കുക എന്ന്.